ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയതാ അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ച് വരണം. ഞാനിതൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കൃഷി അപ്പം ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും, പിന്നെ നമുക്കിത് ആവശ്യത്തിന് ഉപ്പും. വെള്ളം ഒഴിച്ച് നമുക്കിത് കൊഴുക്കട്ടൻ്റെ അരി കുഴച്ചെടുക്കാം. അധികം ലൂസാകാണ്ട് നമുക്കിത് ഉരുട്ടി എടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത്രയും കൂടി വെള്ളം ഒഴിക്കുക. രാവിലെ തന്നെ ചായക്കും രാത്രിയെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഈ കൊഴുക്കട്ട. ഇപ്പം നമ്മുടെ ഇവിടെ കുഴച്ച് വന്ന് ഇതുപോലെ ആയിരിക്കണം. നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന അതേ അളവിൽ ഇത് വെള്ളമൊഴിച്ച് കുഴച്ച് കൊണ്ടുവരാം. കൊഴുക്കട്ടൻ്റെ അരി ഇവിടെ ചെറിയ ജീരകവും ഉള്ളിയും ഉപ്പും വെള്ളമിട്ട് ഞാൻ കുഴച്ചിവിടെ വെച്ച് ഇതിന് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലത്തെ പാത്രം എടുത്തെടുക്കാം. അതിൽ ഇങ്ങനെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്കിവിടെ വെക്കാം. ഇതേപോലെ ഇതുപോലെ ഉരുട്ടി ഫുള്ളും ഇതുപോലെ ഉരുട്ടി നമുക്ക് വെക്കാം. ഇതുപോലെ ഞാനിതെല്ലാം ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം വെന്ത് വരട്ടെ. മൂടി വെച്ചിട്ടുണ്ട്, വെന്ത് വരട്ടെ. കൊഴുക്കട്ടൻ്റെ മറ്റേ എന്താ പറയുക, ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. മാവ് കട്ട് ചെയ്യാണ്. മൊത്തമല്ല. അപ്പം നമ്മൾ കൊഴുക്കട്ടൻ്റെ മാവ് വെന്ത് എടുക്കാം. ഇതിപ്പോൾ എല്ലാം ഇതേപോലെ
ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. മൂന്നാല് വെച്ച ഒപ്പരം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഇതാ കൊഴുക്കട്ടെല്ലാം ഇവിടെ മുറിച്ച് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാനതാ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉള്ളി, 2 പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുക്കാം. കുറച്ച് കളറിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് ഇത്. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ തിന്നില്ല മമ്മ. അപ്പോൾ ഇത് പകുതി അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചൂടാകട്ടെ. നമ്മളുടെ അരപ്പ് ഇവിടെ റെഡിയായി ഉണ്ട്. ഇതിലേക്ക് ഇനി കടുക് ഇട്ടിട്ട് ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, നമ്മുടെ അരപ്പ് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് വന്നാൽ നമ്മുടെ ഈ കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി. നമ്മളെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളെ കൊഴുക്കട്ട ഇവിടെ റെഡിയായതാ. ഞാൻ പ്ലേറ്റിലിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എത്ര വലിയ സാധനങ്ങളോ ഇതൊന്നും വേണ്ടി വരില്ല. അരിപ്പൊടിയും ജസ്റ്റ് ഒരു തേങ്ങ ചമ്മന്തി. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.